ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ജക്കിക്കുട്ടി സ്കൂളിൽ നിന്ന് വരാനായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കുളിക്കാനുള്ള വെള്ളവും ചായയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അവളെ കൂട്ടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അതൊക്കെ സെറ്റാക്കി വെക്കലുണ്ട്. എന്നാൽ പെട്ടെന്ന് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചായയൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അതാ ചായക്കുള്ള വെള്ളമൊക്കെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ പോകാനൊന്ന് റെഡി ആവുകയാണ്. ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ട് കേട്ടോ. 4:45 അവൾ ഇവിടെ എത്തും. അപ്പോൾ ഇതാ നമ്മൾ ഒരുങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചായയൊക്കെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായപ്പൊടി കുറച്ചാണ് കേട്ടോ ഇടുന്നുള്ളൂ. അപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, ചായ കുടിക്കാൻ തന്നെ പറ്റാത്തൊരു സമയമാണ്. എന്നാലും അവൾക്ക് വൈകുന്നേരം ഒരു ചായയൊക്കെ കിട്ടണം കേട്ടോ, രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ കൂട്ടി വരികയാണ്. അപ്പം നല്ല ഉഷാറിൽ ഇതാ ഓടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക കേട്ടോ. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വേറെ കടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് അവിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചായയൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവളുടെ മുമ്പിൽ നിന്ന് ഞാനിങ്ങനെ കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ അവൾക്കൊരു ഇഷ്ടം വരലാണ്. പിന്നെ അവിലിൽ ചായ ഒഴിച്ചത് അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ അവിൽ മാത്രം കോരി തിന്നും. പിന്നെ ചായ വേറെ തന്നെ കിട്ടണം കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ തന്നെയാണ്. ബ്രെഡ് ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും ഒക്കെ ചായയിൽ മുക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചായ അവൾ കുടിക്കൂല. അത് മറിച്ച് കളയും. വേറെ നല്ല ചായ, ഫ്രഷ് ആയിട്ടുള്ള ചായ തന്നെ കിട്ടണം. അപ്പം അവൾക്കുള്ള ചായയും അവിലൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാനും കുറച്ച് ഗ്ലാസ്സിൽ അവിലും കുറച്ച് ചായയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടത് തീരെ ചായ റെഡിയാക്കി വെച്ച സമയത്ത് ഒട്ടും തന്നെ പഞ്ചസാര ഉണ്ടായിരുന്നില്ല, മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കുമ്പോൾ കുറച്ചൊരു മധുരം വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ ചായയിൽ അവിലൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഭാഗ്യത്തിന് ചോറൊക്കെ ഇപ്പോൾ കുറച്ച് കഴിക്കുന്നുണ്ട്. കൊണ്ടുപോകുന്നത് അധികമൊന്നും കൊണ്ടുപോകില്ല, ആകെ കുറച്ചേ കൊണ്ടുപോകുള്ളൂ. വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അതുതന്നെ കുറേ സമയം എടുത്തിട്ടൊക്കെയാണ് കേട്ടോ കഴിച്ച് തീരുക. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ട്യൂഷനുള്ള കുട്ടികളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. 2 പേരാണ് കേട്ടോ ഇപ്പോൾ ട്യൂഷനുള്ളത്. അപ്പോൾ കൂടെ ഞാൻ സക്കിയക്കുട്ടീനെയും കൂടെ ഇരുത്തിയിട്ടുണ്ട്. അവൾക്ക് ഡിക്റ്റേഷനൊക്കെ ഉള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയതാണ്. അല്ലെങ്കിൽ പിന്നെ ഫോൺ തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു സ്വൈര്യവും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതും പറഞ്ഞ് അവിടെ ഇരുത്തിയാൽ അങ്ങനെ കുറച്ച് നേരം ഇരുന്നോളുമല്ലോ. പിന്നെ മഗ്‌രിബിൻ്റെ സമയമായാലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരലൊക്കെയാണ് കേട്ടോ അവൾക്ക്. ആ ഒരു വൈകുന്നേര സമയം പഠിക്കുന്നതൊക്കെ തന്നെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി അലമാരയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വളരെ സൂക്ഷിച്ചൊക്കെയാണ് കേട്ടോ അലമാരയിൽ കൊണ്ടുപോയി വെക്കൽ. നമുക്ക് എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. മടക്കി വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ഇതാണല്ലോ അല്ലേ. ഇങ്ങനെ തന്നെ അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു ഭാരം ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം തിരഞ്ഞിട്ട് മുഴുവൻ സാധനം വലിച്ചിട്ട് അങ്ങനെ അതേപോലെ തിരിച്ചങ്ങനെ കുത്തി നിറച്ച് വെക്കുക. അപ്പോഴാണ് കേട്ടോ കൂടുതലായിട്ട് ഈ അലമാരയൊക്കെ ഡിസോർഡറായി കിടക്കൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ഞാൻ പാത്രം കഴുകാനുള്ള ആ ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം മാത്രം ഒഴിച്ചിടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ വന്നിട്ട് പിന്നെ അവരെ ഇരുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോഴത്തേക്ക് ഷെഫീഖയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നന്നാക്കണം. പിന്നെ ഇപ്പോൾ ദാ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും നന്നായിട്ട് തന്നെ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിൽ ഈ പച്ച പിടിക്കുന്നത് പോലെയൊക്കെ ആയി വരുന്നതൊക്കെ കാണാം കേട്ടോ ചില വാട്ടർ ബോട്ടിലൊക്കെ. പക്ഷേ ഇത് ഡെയിലി ഞാനിങ്ങനെ കഴുകുന്നതുകൊണ്ട് ഇതിലൊന്നും വലിയ പ്രശ്നമല്ല. എന്നാലും ബ്രഷൊന്നും കഴുകാനില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു നമ്മുടെ കമ്പിച്ചകിരി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കഷ്ണം അതിൽ കുറച്ച് സോപ്പാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുലുക്കി കഴുകണം കേട്ടോ. അങ്ങനെ കഴുകിയാൽ തന്നെ നന്നായി അഴുക്കും കാര്യങ്ങളൊക്കെ പോയിക്കോളും. എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ബ്രഷും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നല്ലപോലെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കമ്പും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഉരച്ചെടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ലഞ്ച് ബോക്സും ഇടയ്ക്കൊന്ന് നന്നായി
പച്ച വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇങ്ങനെ ചൂടാറാത്ത ആ ഒരു കാസ്ട്രോൾ പോലെയുള്ള ഒരു പാത്രമൊക്കെ ആണല്ലോ അല്ലേ അവരുടെ, അതൊക്കെ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ തൂത, ചൂര എന്തൊക്കെയോ പറയും ഈ ഒരു മീനിന്. അപ്പോൾ ആ ഒരു മീനാണ് കേട്ടോ. കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലേ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും കുറേ പേർക്ക് ഇഷ്ടമല്ലാത്തൊരു മീനാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ എന്നും കട്ട് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവരല്. അപ്പോൾ ഇന്നെന്താ ചെറുതായതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഈ ഒരു 2 മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം അവിടെ നിൽക്കുകയും വേണം. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ മീനൊക്കെ ആണെങ്കിൽ നല്ല കത്തിയും കട്ടിംഗ് ബോർഡും ഉണ്ടെങ്കിൽ പിന്നെ വലിയ വിഷയമൊന്നുമില്ല കേട്ടോ നന്നാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അത് മുഴുവനും പൊരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഷെഫീക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തലയൊക്കെ എടുത്ത് ഒരു കറിയും കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രാത്രി കൂട്ടിയിട്ടില്ലെങ്കിലും രാവിലെ ദോശക്കെങ്കിലും കൂട്ടാമല്ലോ. അപ്പോൾ ഇതാ ഒരു തക്കാളിയും ഒരു പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 ചെറിയുള്ളിയും ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, അതൊക്കെ കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് തന്നെ ഞാനങ്ങനെ തിളപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. വാട്ടാനൊന്നും നിൽക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഈ ഒരു മീനായതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാളംപുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ. അപ്പോൾ ചില മീനൊക്കെ വെക്കുമ്പോൾ ഞാൻ വാട്ടി വെക്കും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ എന്താ ബാക്കി നല്ല കഷ്ണങ്ങൾ മാത്രം ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ചൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വലിയ ജീരകവും കൂടെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വലിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ മീൻ പൊരിക്കുന്നതിൽ ചതച്ചിട്ട് കൊടുത്താൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് സുർക്കയും കൂടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പെരക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മീൻ എന്ന് വെച്ചാൽ ഇത് കറി വെച്ചാലും പൊരിച്ചാലും ഒന്നും ഉപ്പും മുളകൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവുന്ന ഒരു മീനാണ്. അതുകൊണ്ട് തന്നെയാണ് കുറേ പേർക്കും ഇഷ്ടമില്ലാത്തത്. പിന്നെ ഇടയ്ക്ക് കൈ ഒന്ന് നനച്ചിട്ട് നന്നായിട്ട് തന്നെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിൽ ഒന്ന് പെരക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊരിക്കാനുള്ള മീനൊക്കെ അവിടെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ മീൻ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തക്കാളി ജസ്റ്റ് കയ്യിലോണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാനിപ്പം പൊരിക്കാനുള്ള മീൻ എടുത്തിട്ട് കറിയിലേക്ക് ഇടുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ വരലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഉപ്പാന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര എടുത്ത് വരും, ഭാഗ്യത്തിന് അടുത്തെത്തുമ്പം കാണലുണ്ട്. അപ്പോൾ കറിക്കുള്ള മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കറി അപ്പുറത്തെ അടുപ്പിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് മീൻ പൊരിക്കാനുള്ള പാനും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം, ഞങ്ങൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ നേരത്തെ ഫുഡ് കഴിക്കുന്നവരാണ് കേട്ടോ. 7:30 to 8 മണിയാണ് ഞങ്ങളുടെ ഒരു കണക്ക്. അപ്പോൾ പെട്ടെന്ന് കറി ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കണം. എന്നിട്ട് ബാക്കി പണി വേറെ ഉണ്ട് കേട്ടോ. അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ മീനൊക്കെ നമ്മൾ ഓരോന്ന് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷെഫീക്ക സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇത് പൊരിച്ച് കഴിയാനായ സമയത്താണ് കറിവേപ്പിലയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കറിയിലും പൊരിക്കുന്നതിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് തന്നെ ആ പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകി വെക്കുകയാണ്. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ പാത്രങ്ങളും കൂടെ കഴുകുകയാണ്. പിന്നെ ഇങ്ങനെ തന്നെ നല്ല നീറ്റോടുകൂടെ തന്നെ നമ്മുടെ കിച്ചൺ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇത്ര നേരം ചെയ്ത പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പണിയാണ് കേട്ടോ അത്. വേറെ ഒന്നല്ല, നമ്മൾ ഫ്രണ്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ടാർപ്പായൊക്കെ ആകെ ഒരുമിച്ച് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കെട്ടുന്ന ഒരു പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഞങ്ങൾക്കുള്ളൊരു പണിയാണ് ഇതിങ്ങനെ മാറ്റൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.